കൂട്ടുകാരെ, നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഇന്ന് പരിചയപ്പെടുത്തുന്നത് ഒരു കോഡ്ലെസ് ബ്രഷ് കട്ടറാണ്. കോഡ്ലെസ് ബ്രഷ് കട്ടർ നിരവധി ഐറ്റം നമ്മൾ ഈ ചാനലിൽ തന്നെ നിങ്ങളെ പരിചയപ്പെടുത്തിയിട്ടുണ്ട്. ഇന്ന് നമ്മൾ പരിചയപ്പെടുത്തുന്ന ഒരു സ്പെഷ്യൽ ഐറ്റം ആണ്. കാരണം നമ്മൾ പരിചയപ്പെടുത്തുന്ന മെഷീനകത്ത് തന്നെ ഏറ്റവും വലിയൊരു പ്രോബ്ലം എന്ന് പറയുന്നത് അതിന്റെ ബാറ്ററി ചാർജ് അല്ലെങ്കിൽ ബാറ്ററി പാക്കപ്പ് എത്ര കിട്ടും എന്നുള്ളതാണ്. പല കമ്പനിക്കും പല പാക്കപ്പുകളാണ് കിട്ടുക. പക്ഷെ അതിനെല്ലാം ഉപയോഗിക്കുന്നത് ചെറിയ ബാറ്ററികളാണ്. ഇങ്ങനത്തെ ചെറിയ ബാറ്ററികളാണ് അതിനകത്തെല്ലാം ഉപയോഗിക്കുന്നത്. അപ്പോൾ ഒന്ന് പവറിന്റെ കുറവുണ്ടാവും, രണ്ടാമത് സമയത്തിന്റെ കുറവുണ്ടാവും. അതിനെല്ലാം പരിഹാരമായിട്ടാണ് നമ്മൾ വന്നിട്ടുള്ളത്. ഇതാണ് നമ്മുടെ പുതിയ മെഷീന്റെ ബാറ്ററി എന്ന് പറയുന്നത്. ഹെവി ബാറ്ററിയാണ്, 10Ah ഉള്ള ബാറ്ററിയാണ്. 10Ah 24 വോൾട്ട് വരുന്ന ബാറ്ററിയാണ്. സാധാരണയൊക്കെ നമുക്കറിയാം ഈ ബാറ്ററി വരുന്ന ഒരു 4Ah വരെയൊക്കെയാണ് ബാറ്ററി ഉണ്ടാവുക. അപ്പൊ അതിന് കിട്ടുന്ന സമയം എന്ന് പറഞ്ഞാൽ മാക്സിമം 1 മണിക്കൂർ വരെയൊക്കെയാണ് മാക്സിമം കിട്ടാൻ പോകുന്നത്. അപ്പൊ 10Ah മാറുമ്പോഴത്തേക്ക് നമുക്ക് അതിന്റെ ഇരട്ടി കൂടുതൽ 2-2.5 മണിക്കൂറെങ്കിലും മിനിമം നമുക്ക് സമയം കിട്ടാൻ സാധ്യതയുള്ള ഒരു മെഷീനാണിത്. മറ്റൊന്നുള്ളതാണ് ഇതിന്റെ ബാറ്ററി നമുക്ക് ബാക്ക് പാക്ക് ആണ്. നമുക്ക് ഈ ബാഗിനകത്താക്കിയിട്ട് ഇത് പുറകിൽ തൂക്കിയിടാൻ പറ്റും. നമുക്ക് ബാഗ് പോലെ ഇട്ട് നമുക്ക് ബാക്കിൽ തൂക്കിയിടാൻ പറ്റും. അപ്പൊ എന്നിട്ട് നമ്മുടെ മെഷീന്റെ വെയിറ്റ് കുറയും. അപ്പൊ ഇത് പ്രായമുള്ള ആളുകൾക്കൊക്കെ നമുക്ക് വെട്ടാനായിട്ട് ഈ മെഷീനിൽ 1-1.5 കിലോ വെയിറ്റ് ഉള്ളൂ. അപ്പൊ ഒരു 1.5 കിലോ മെഷീൻ എടുത്ത് നമുക്ക് ഈസി ആയിട്ട് വെട്ടാൻ സാധിക്കും. നമുക്ക് പുറകിൽ കിടക്കുന്ന ബാറ്ററിക്കകത്തേക്ക് നമുക്ക് കണക്ഷൻ കൊടുക്കുന്ന ഈ വയർ വഴിയാണ്. ഈ വയർ വഴി നമ്മൾ ബാറ്ററിയും ഈ മെഷീനും തമ്മിൽ കണക്ട് ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പൊ ആ രീതിയിൽ കണക്ട് ചെയ്യുന്നതുകൊണ്ട് നമുക്ക് വെയിറ്റ് നന്നായിട്ട് കുറയ്ക്കാൻ പറ്റും. ഈ മെഷീന്റെ കൂടെ നമുക്ക് സാധാരണ മെഷീൻ വരുന്ന പോലെ എല്ലാ ആക്സറീസും ഉണ്ട്. നമുക്കിനകത്ത് വള്ളിയിട്ട് വെട്ടാൻ പറ്റും. അതുപോലെ ബ്ലേഡുകൾ ഉപയോഗിക്കാൻ പറ്റും. ബ്ലേഡുകൾ 3 ടൈപ്പ് ബ്ലേഡുകൾ മെഷീന്റെ കൂടെ തന്നെ കിട്ടുന്നുണ്ട്. സാധാരണ 3 ലെഗ് വരുന്ന ടൈപ്പ് ബ്ലേഡുകൾ, 2 ലെഗ് വരുന്ന ബ്ലേഡുകൾ, അതിൽ ഫുൾ റൗണ്ട് വരുന്ന ബ്ലേഡ്, ഇങ്ങനെ 3 ബ്ലേഡ് മെഷീന്റെ കൂടെ തന്നെ ഉണ്ട്. ചാർജ് ചെയ്യാൻ പറ്റുന്ന ബാറ്ററി ചാർജ് ചെയ്യാൻ പറ്റുന്ന ചാർജറുണ്ട്. സെയിം പോർട്ടിൽ തന്നെയാണ് ചാർജ് ചെയ്യുന്നത്. ഇത് കറണ്ട് കുത്തുന്ന എൻഡാണ്. ഈ സൈഡ് നമ്മൾ ഇവിടെ ഊരി, ഇവിടെയാണ് നമുക്ക് രണ്ടിന് യൂസ് ചെയ്യുന്നത്. ഈ സെയിം സ്ഥലത്ത് തന്നെയാണ്. ഇത് തിരിഞ്ഞു പോകാതിരിക്കാനായിട്ട് 3 പിന്ന് കൊടുത്തിട്ടുണ്ട്. ഈ 3 പിന്ന് നമുക്ക് ഈ കാണുന്ന രീതിയിലേക്ക് കണക്ട് ചെയ്യാം. അവർ തിരിഞ്ഞു പോകില്ല, അങ്ങനെ മാത്രമേ കണക്ട് ചെയ്യാൻ പറ്റത്തുള്ളൂ. ഇതിന്റെ മെഷീനിലേക്ക് കണക്ട് ചെയ്യുമ്പോഴും ഇത് ഇവിടെ തന്നെയാണ് ഇത് കണക്ട് ചെയ്യേണ്ടത്. ഈ കാണുന്ന പിന്ന് നമുക്ക് ചാർജിങ് പിന്നാണിത്. ഈ ചാർജിങ് പിന്ന് ഈ കാണുന്ന പോലെ തന്നെ ഇവിടെ കണക്ട് ചെയ്യുക. അതിന് ശേഷം ഇതിന്റെ ഇപ്പുറത്തെ എൻഡ് അതുപോലെ തന്നെ മെഷീന്റെ ബാക്കിൽ കണക്ട് ചെയ്യാം. ബാക്കിൽ ഇവിടെ ഇത് കണക്ട് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. ഈ കാണുന്ന സ്ഥലത്ത് കണക്ട് ചെയ്ത് കൊടുക്കുക. അപ്പോൾ കണക്ഷൻ കഴിഞ്ഞു. ബാറ്ററിയുടെ പാക്കപ്പ് എത്രയാണെന്ന് അറിയാനായിട്ട് നമുക്ക് ഇവിടെ ഇങ്ങനെ പ്രസ് ചെയ്ത് നോക്കി കഴിഞ്ഞാൽ ഇവിടെ നമുക്ക് ഇങ്ങനെ ബാറ്ററിയുടെ പാക്കപ്പ് കാണിക്കും. ഇത് ഫുൾ ചാർജ് ബാറ്ററിയാണിത്. ഒന്ന് ഓടിച്ചു നോക്കാം എങ്ങനെയുണ്ടെന്നുള്ളത്. ഏതാണ്ടൊരു പെട്രോൾ മെഷീന്റെ അടുത്ത് തന്നെ പവർ കിട്ടുന്നുണ്ട്. ബാറ്ററിയിൽ കണ്ടതിൽ വെച്ച് ഏറ്റവും പവർഫുൾ ആയിട്ടുള്ള ബാറ്ററി ഉള്ള ഒരു മെഷീനാണിത്. റേറ്റ് വളരെ എക്കണോമിക്കലാണ്. ഒരു 20,000 താഴേക്ക് മാത്രമേ റേറ്റ് വരുന്നുള്ളൂ. അപ്പോൾ 20,000 കൂടുതലല്ലേ നിങ്ങൾക്ക് തോന്നുന്നുണ്ടാവും. പക്ഷെ അത്യാവശ്യം കൊള്ളാവുന്ന മെഷീൻ ഒരു 15,000 മേളിലേക്ക് മാർക്കറ്റിൽ വിലയുണ്ട്. അതിന് കിട്ടുന്ന സമയം കുറവാണ്, ഇതിന് സമയം കൂടുതലാണ്. ബാറ്ററി ഹെവിയാണ്, ബാക്ക് പാക്ക് ബാറ്ററി ആണെന്നുള്ളതിന്റെ അഡ്വാൻറ്റേജ് ആണ്. ബ്ലേഡും ഇടാം, വള്ളി ഇടാം എന്നുള്ളതിന്റെ അഡ്വാൻറ്റേജ് ആണ്. മറ്റൊന്ന്, നമ്മൾ ഈ പെട്രോൾ മെഷീനുകൾ യൂസ് ചെയ്യുമ്പോൾ നമുക്ക് ഒരു ദിവസം 1 മണിക്കൂറിന് കിട്ടുന്ന പെട്രോളിന്റെ എക്സ്പെൻസ് നോക്കിയല്ലേ. അതായത് 1 ലിറ്റർ പെട്രോളിൽ ഏറ്റവും കൂടി കഴിഞ്ഞാൽ 2-2.5 മണിക്കൂറൊക്കെയാണ് നല്ല മെഷീനാണ് നമുക്ക് കിട്ടുക. അപ്പം നമ്മൾ കറണ്ടിന്റെ മെഷീൻസ് യൂസ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഒരു ദിവസം 1 ലിറ്റർ പെട്രോൾ വെച്ച് കിട്ടിയാൽ പോലും നമുക്ക് 100 രൂപ അടുത്ത് നമുക്ക് പ്രോഫിറ്റ് നമുക്ക് അതിൽ നിന്ന് കിട്ടും. അങ്ങനെ നോക്കിയാൽ മെഷീന്റെ പ്രോഫിറ്റ് നമുക്ക് ഏതാണ്ട് 1 മാസം കൊണ്ടോ 2 മാസം കൊണ്ടോ നമുക്ക് മെഷീന്റെ കോസ്റ്റ് നമുക്ക് തിരിച്ച് കിട്ടുന്ന രീതിയിലേക്ക് ബാറ്ററി മെഷീനുകൾ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അത് എക്കണോമിക്കലായിട്ട് യൂസ് ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ കംപ്ലൈന്റ് ഫ്രീ ആണ്. അത് പെട്രോളിന് വരുന്ന പോലെ കംപ്ലൈന്റുകളോ മെയിൻ്റനൻസുകളോ ഒന്നും വരുന്നില്ല. മാർക്കറ്റിൽ കിട്ടുന്ന സാധാരണ ബാറ്ററിയാണ്, മക്കത്തെ ടൈപ്പ് ബാറ്ററി എന്നാണ് നമ്മൾ പറയുന്നത്. കോമൺ ബാറ്ററി ആണത്. ഈ ബാറ്ററിന് സൂട്ടബിൾ ആണ്. ഈ ബാറ്ററി ഈ മെഷീന്റെ കൂടെ തരുന്നില്ല. കാരണം ബാക്ക് പാക്ക് ബാറ്ററി ഉള്ളതുകൊണ്ട് ഈ മെഷീന്റെ കൂടെ ബാറ്ററി ഇല്ല. നിങ്ങളുടെ കയ്യിലോ ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ നമുക്ക് സെപ്പറേറ്റ് ബാറ്ററി വാങ്ങാൻ കിട്ടും. ആ ബാറ്ററിയും വേണമെങ്കിൽ നമുക്ക് ഇതിനകത്ത് ഉപയോഗിക്കാൻ പറ്റും എന്നുള്ള ഒരു അഡ്വാൻറ്റേജ് ആണ്. ബാക്ക് പാക്ക് ഇല്ലാതെ ഇങ്ങനെയും നമുക്ക് വേണമെങ്കിൽ യൂസ് ചെയ്യാൻ പറ്റും. ഇത് നമുക്ക് പവർ സെയിം ആണ്, സെയിം പവർ തന്നെ കിട്ടുന്നുണ്ട്. സമയം കുറയും എന്നുള്ളതാണ് വ്യത്യാസം ഉണ്ടാവും ബാക്ക് പാക്കും സിംഗിൾ ബാറ്ററി ആയിട്ട് വെച്ച് നോക്കുമ്പോൾ. അപ്പോൾ 2 രീതിയിൽ യൂസ് ചെയ്യാൻ പറ്റും. നിങ്ങളുടെ കയ്യിൽ സിംഗിൾ ബാറ്ററികൾ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അങ്ങനെ യൂസ് ചെയ്യാം, അല്ലെങ്കിൽ ബാക്ക് പാക്ക് ആയിട്ട് യൂസ് ചെയ്യാം. അപ്പോൾ വളരെ യൂസ്ഫുൾ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു മെഷീനാണ്. നിങ്ങൾക്ക് ആർക്കെങ്കിലും താല്പര്യം ഉണ്ടെങ്കിൽ ഇപ്പോൾ നമുക്കൊരു നല്ല ഓഫർ നമ്മൾ കൊടുക്കുന്നുണ്ട്. ആർക്കെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ നമ്പറിലേക്ക് ചാറ്റ് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് നല്ലൊരു ഓഫറിൽ വളരെയധികം വില കുറച്ച് നമ്മൾ ഇൻട്രൊഡക്ഷൻ ഓഫറായിട്ട് കൊടുക്കുകയാണ്. ആർക്കെങ്കിലും താല്പര്യം ഞങ്ങളോട് ചാറ്റ് ചെയ്യുക. കേരളത്തിലെല്ലാം നമുക്ക് ഡെലിവറി ഉണ്ട്. താങ്ക്